മൊഴികൾ ശ്രവിപ്പാൻ തിരുമുമ്പിൽ ഞങ്ങളിതാ. മൊഴികൾ ശ്രവിപ്പാൻ തിരുമുൻപിൽ ഞങ്ങളിതാ. സ്നേഹത്തിൻ വചനം, സൗഖ്യത്തിൻ വചനം നാഥാ നീ ചൊരിയണമേ. സ്നേഹത്തിൻ വചനം, സൗഖ്യത്തിൻ വചനം നാഥാ നീ ചൊരിയണമേ. നാഥാ നിൻ മൊഴികൾ ശ്രവിപ്പാൻ തിരുമുമ്പിൽ ഞങ്ങളിതാ. വചനം എൻ ഹൃദയത്തിൽ വസിച്ചിടുമ്പോൾ പകരും സ്നേഹം സഹചര്യമെന്നും. വചനം എൻ ഹൃദയത്തിൽ വസിച്ചിടുമ്പോൾ പകരും സ്നേഹം സഹചര്യമെന്നും. അവരനിൽ സാന്ത്വനം പകർന്നു നൽകും, വഴിവിളക്കായിരിഞ്ഞു തീരും. അവരനിൽ സാന്ത്വനം പകർന്നു നൽകും, വഴിവിളക്കായിരിഞ്ഞു തീരും. നാഥാ നിൻ മൊഴികൾ ശ്രവിപ്പാൻ തിരുമുമ്പിൽ ഞങ്ങളിതാ. നമ്മുടെ ഇടവകയുടെ ആരോഗ്യത്തിനായി ഒരാഴ്ചക്കാലം നീളുന്ന ധ്യാനവും നവീകരണ പ്രാർത്ഥനകളും തിരുനാൾ ആഘോഷങ്ങളുമെല്ലാം ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ്. ഇടവക ദിനകൂടിയായി നാം മുമ്പ് പറഞ്ഞതുപോലെ ഈ ഇടവകയിലെ ഒരു കുടുംബത്തെ ദൈവം പ്രത്യേകം തെരഞ്ഞെടുക്കുന്നതും അവിടേക്ക് ഇടവക സന്ദർശിക്കുന്ന വിശിഷ്ടാതിഥി എത്തുന്നതുമായിരിക്കും. ദൈവം നമ്മോട് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകും, നല്ല ഇടയന്റെ ആളുകൾക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കുകയും ഈശോ തന്റെ ജീവൻ നമുക്കായി കിട്ടിയറിയിച്ചു. അങ്ങനെയാണ് സ്വർഗത്തിന് അവകാശങ്ങൾ. നമ്മുടെ അവകാശങ്ങൾ നാം വാങ്ങുമ്പോൾ കടമകൾ കൂടി ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ്. ഓരോ കുടുംബങ്ങളും വിശിഷ്ടാതിഥിയെ സ്വീകരിക്കാൻ ഒരുങ്ങുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അല്ലെങ്കിൽ പിന്നെ കണ്ണോട്ട് വീട്ടുമുറ്റത്ത് വന്നിട്ട് ഇങ്ങനെ ചെയ്യല്ലോ. സ്വർഗത്തിലോട്ട് എന്താ പോകുന്നോ? ഏതെങ്കിലും ഭൂമി മരണ കാണുന്നില്ലല്ലോ.
പക്ഷേ ഒന്നോർത്തോ, നിനക്കും ഒരു കുടുംബമുണ്ട്, അത് മറക്കരുത്. എന്റെ മകൻ അത് മറന്നു പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ ഈ കുടുംബം അനുഭവിക്കുന്നത്. അങ്ങനെ ഞാൻ നിനക്കും 3 പെൺകുഞ്ഞുങ്ങളാണ്. അതുകൾ നിന്റെ കണ്ണിലോട്ട് നോക്കിയായിരിക്കുന്നേ. അതിലൊരു കാര്യമുണ്ട്. കണ്ണിലോട്ട് നോക്കി പറഞ്ഞാൽ പോലെ എന്റെ ദൈവമേ, നീ തന്നെയുള്ള ഞാനീ പറഞ്ഞതിന് ശേഷം പോലെ പള്ളിയുടെ പ്രാർത്ഥനയെ കേട്ട് വെറുതെ കിടക്കേണ്ടിയിരിക്കുമായിരുന്നു. നീ എന്താ നേരത്തെ പോന്നു? പെരുന്നാളൊന്നും കൂടിയില്ലേ? കൊച്ചന്റെ അവനെ കണ്ടോ? എന്റെ വീണായ ഉത്തരനെ പിന്നെ എങ്ങനെ പറയണം? എനിക്ക് നല്ല വിശ്വാസം ദൈവം പ്രാർത്ഥന കേൾക്കുന്നു. നിന്നെ ഞാൻ സമ്മതിച്ചു. ഇത്രയൊക്കെ സഹിച്ചിട്ട് ഇപ്പോഴും ഇതിനൊക്കെ പറയാൻ പറ്റുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ദൈവം കൈവരിച്ച് പറഞ്ഞല്ല തന്നെയാണ് എന്റെ അച്ഛനും അമ്മച്ചനും ഇങ്ങനെ പഠിപ്പിച്ചത്. എന്ത് പ്രശ്നമെങ്കിലും അതിന് പ്രാർത്ഥന തന്നെയാണ്. എന്നാലും എന്റെ മോളെ, അവനെ എന്തുമാത്രം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അടിച്ചും ഇടിച്ചും ശക്തി പ്രവചിച്ചും അതെല്ലാം കുടിച്ചു കഴിയുമ്പോഴല്ല അച്ഛ, ഞാൻ അതൊന്നും ഓർത്തു വയ്ക്കാറില്ല. ഇതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ കാറ്റിസം പഠിപ്പിക്കുന്നു? എനിക്ക് എന്തായാലും യോഗ്യത എനിക്ക് സങ്കടമായിട്ടല്ല. ഞാൻ സമയല്ല. നീ ഞാൻ എനിക്കറിയാം ആരെ നോക്കിയിരിക്കുവാണെന്ന്. ഞാൻ വെറുതെ പറഞ്ഞതാണ്. എനിക്കിതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ്. അങ്ങോട്ടാ പോലെ അമ്മച്ചി അങ്ങോട്ട് വരും. നീ എന്തിനാണ് അമ്മച്ചി വിളിക്കുന്നത്? എന്റെ അപ്പച്ചന്റെ പെണ്ണല്ലേ, ആന്റിനെ വിളിച്ചാൽ പോലെ. ആന്റിയോ? അയ്യേ, ഞാൻ വിളിക്കില്ല. ഇതെന്റെ വളർത്തിയ അമ്മച്ചിയാ, എന്റെ ചാച്ചായുടെ പെങ്ങള്. നിന്റെ അപ്പനും അമ്മയും ഒരു കുട്ടിയല്ലേ കഴിച്ചത്? ഞാൻ പോട്ടെ ചേച്ചി. ആൽറെഡി ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഇന്നത്തെ നമ്മുടെ പള്ളിയിലെ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബാൻഡ് വേണോ ഓലക്കാരൊക്കെ? നല്ല രസം. മൊത്തം 8 ലക്ഷം രൂപ ആയി. 8 ലക്ഷമോ? വെടിക്കെട്ടിന്റെ വേറെ. ഇന്നത്തെ വെടിക്കെട്ട് മാത്രം 5 ലക്ഷത്തിന്റെയാ. അയ്യോ, നമ്മുടെ പള്ളിക്ക് വേണ്ടിയല്ലേ? കർത്താവിന് ഒരു സന്തോഷമാവട്ടെ. ആ ദേ വരുന്നു അമ്മച്ചി. ചേച്ചി ഞാൻ പോട്ടെ, അമ്മച്ചി ഇപ്പൊ വരും. എന്റെ ചേച്ചി, ഞാൻ അച്ഛന് ചായ വെട്ടി കൊടുക്കുമായിരുന്നു. പള്ളി പോയാലാ വൈകി. അല്ലെങ്കിൽ ചായ തന്നെ കുടിക്കുകയല്ലേ. വയോജന ക്ലാസ്സിൽ കൊണ്ടുപോയി വിട്. എല്ലാ വർഷവും വഴി മാറ്റിക്കൊള്ളു. അതൊക്കെ നമ്മുടെ കടമയാണ്. കാരണവന്മാരെ നോക്കേണ്ടത്. ഇതിനെല്ലാവരും കൂടി എവിടെയാ നേരം? ഇവിടെ സ്വന്തം കാര്യം നോക്കാൻ പോലും സമയമില്ല. ഞാൻ ഓർക്കാറുണ്ട്, നീ ഇതെല്ലാം കൂടെ എങ്ങനെയാ ചെയ്യുന്നത്? വീട്ടുപണി, അടുക്കളപ്പണി, കൂലിപ്പണി, അതിന്റെ കൂടെ കാറ്റഗിസം, വയോജന ക്ലാസ്, അമ്മായിപ്പണി ശുശ്രൂഷിക്കല്, ചിട്ടിപ്പിരിവ്. എന്റെ പൊന്നോ, അതൊക്കെ നല്ല ചേച്ചി നോക്കി കണ്ടിച്ചിട്ടാണ്. അതെ, ഇന്ന് നമ്മുടെ ഇടവകയിൽ വരുന്ന വിശിഷ്ടാതിഥി ഒരു തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബത്തിൽ വരുന്നത് വികാരിച്ച പറഞ്ഞായിരുന്നല്ലോ. ആ വീട് തെരഞ്ഞെടുക്കുന്നത് വികാരിച്ചാണ്. അതെനിക്ക് അറിയത്തില്ല ചേച്ചി. നമ്മുടെ വീടാണ് തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് നാ കേട്ടത്. നീ പ്രാർത്ഥിക്കണേ, നമുക്ക് കിട്ടാൻ. ഞാൻ പ്രാർത്ഥിക്കാൻ ചേച്ചി. നമുക്ക് കിട്ടണമെന്നാ എല്ലാരും പറയുന്നത്. നമ്മൾ ഒത്തിരി കാശൊക്കെ പരിപാടി മുടക്കിയതല്ലേ. ഞാനൊരു നേർച്ചയിൽ വെച്ചിട്ടുണ്ട് ചേച്ചി. സന്തോഷം എന്ന് ഞാൻ പോവാ. ആ, കുറച്ച് കഴിയുമ്പോൾ നീ അങ്ങോട്ട് വാ. ഞാൻ കുറച്ച് കറിയൊക്കെ തന്നൂടാ. ആ ജോലി കിട്ടില്ല. ആ ധ്യാനം കഴിഞ്ഞല്ലേ ആഘോഷമൊക്കെ തുടങ്ങി. Oh,
അവരെ നാളെ ഞാൻ കൈകാര്യം തരാം. അതെ വീട്ടിൽ വീടാറുണ്ട്. എന്താ റോട്ടില് ഇന്ന് അടിച്ചു വരാനൊന്നുമില്ലേ? അത് നമ്മുടെ കടമയല്ലേ ചോദിച്ചാൽ നമ്മുടെ പള്ളിയല്ലേ? നിനക്ക് പള്ളിക്ക് എനിക്കില്ല. എനിക്കുണ്ട്. സ്നേഹത്തിന്റെയും കരുണയുടെയും ആത്മവിശ്വാസത്തിന്റെയും ഒക്കെ ക്ഷേമം ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. കിട്ടുന്നവരും കഴിച്ചോ? എനിക്കല്ല. നമുക്കൊരു ബന്ധവും പള്ളിയായിട്ടില്ല, പട്ടക്കാരനായിട്ടില്ല. നമുക്ക് തിരിച്ച് എല്ലാ ബന്ധവും അവിടെ നിന്നാണ്. എന്തെങ്കിലും നിട്ടകം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ട് എനിക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആരുടെ ദോഷാലൊന്നും പറ്റാറില്ല. ഏതൊരു ബന്ധത്തിന്റെ അടിസ്ഥാനം പരസ്പര വിശ്വാസമാണ്. അത് മറക്കരുത്. മറക്കുന്നില്ല. പുറത്തോട്ട് പാട്ടുപാടിയിരിക്കാം. അല്ല, ഒന്ന് പോയിട്ടില്ല. ആത്മവിശ്വാസവും ആത്മബലവും കിട്ടാൻ പ്രാർത്ഥിക്കും. ഓ, നമുക്ക് ഒന്നും താല്പര്യമില്ലേ? നമ്മളിങ്ങനെയൊക്കെ അങ്ങനെ കരഞ്ഞു ഓടിക്കൊള്ളാതെ. എന്റെ കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആരോട് അപേക്ഷിക്കേണ്ടത്? ഈ കുടുംബത്തിൽ ഉപേക്ഷിച്ചു. ഓ, ഇവിടെ കരയാൻ മാത്രം എന്നാ ഉണ്ടായേ? അടിച്ചില്ല, ഇടിച്ചില്ല, വെട്ടിയില്ല, കുത്തിയില്ല. നമ്മുടെ പാട്ട് പാടി ബഹളം വെച്ച്. ഓ, അതിനാണോ? അങ്ങനെയാണ് യേശുദാസിന്റെ ഭാര്യയ്ക്ക് കരയാണെങ്കിൽ നേരം ഉണ്ടാകത്തുള്ളൂ. സാധനം എടുത്ത് കുടിച്ചു നോക്കാൻ തീർന്നു. വേണ്ട, കുടിച്ചിട്ട് വന്നതിനുള്ള നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ നീ കണ്ടില്ലേ? ഇതായിരിക്കും എന്റെ വീട്ടിൽ. അതിന് ഞാൻ വീട്ടിൽ പോകുന്നില്ലല്ലോ. അവര് കാത്തിരിക്കില്ല. ആർക്കും അവരുടെ കാര്യം ഇറങ്ങിക്കോളൂ. ഞാനില്ല. സുഹൃത്ത് എന്നാൽ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാവുന്നു. അപ്പോ എനിക്ക് നിന്റെ നന്മയെ കരുതി ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അവകാശമുണ്ട്. അതുണ്ട്. ഓക്കെ, അതുണ്ട്. പക്ഷെ ഞാൻ തന്നെ അടിക്കും. വേണ്ട, ഇന്ന് നീ കഴിക്കണ്ട. ഇപ്പൊ തന്നെ നീ ഇവിടെ പതിന്റെ മുമ്പിലോട്ട് എഴുതാം. ഉദ്ദേശിക്കുന്നത് അധികം നിനക്കുള്ളത് വികാരത്തിന്റെ കയ്യിൽ ഞാൻ മേടിച്ചത്. ഞാൻ കൊടി നിർത്തി. അത് ചിലരെയൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്തതാ. ഇല്ല, ഇനിയാ നമ്മൾ ജീവിക്കുന്നത്. ഞാനും നീയും നമ്മുടെ മകളും പിന്നെ നമ്മുടെ മകനും. ദൈവമേ, ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച എന്റെ ജീവിതം മാറ്റിവെച്ച ദിവസങ്ങൾ. എന്നെ ഞാൻ കണക്കറ്റ് ദ്രോഹിച്ചു. നിന്റെ സകല ജീവിതമാണ് എന്നെ മാറ്റിയെടുത്തത്. ഇനി ദൈവത്തിന്റെ മക്കളായി നമുക്ക് ജീവിക്കാം. ഇതുവരെയുള്ള എന്റെ ജീവിതം ഓർക്കുമ്പോ എന്നെ ദൈവം മാറ്റിയില്ലേ? ഇനി എന്താ? ഇനി എനിക്ക് എന്റെ കുടുംബത്തെയും സമൂഹത്തെയും സ്നേഹിച്ച് എന്റെ ഇടവകയെ സ്നേഹിച്ച് എനിക്ക് ജീവിക്കണം. ഞാൻ മുമ്പേ കാര്യമറിയാതെയാണ് എന്നെ കുറ്റപ്പെടുത്തിയത്. ഈ അമ്മച്ചോട് ക്ഷമിക്കണം. അയ്യോ, അപ്പച്ചൻ എന്നോട് ക്ഷമ ചോദിക്കുന്നു. എത്ര ആയിരം വട്ടം ക്ഷമ ചോദിച്ചാലാണ് എന്റെ കടം ഞാൻ വീട്ടുന്നത്. അല്ല മോനെ, ഞാൻ വേണ്ട, ഇനി ഒന്നും പറയണ്ട. ഈ കുടുംബത്തിന്റെ പ്രാർത്ഥന കൊണ്ട് ഞാൻ മാറും. അല്ല, കർത്താവിന്റെ വചനം എന്നെ മാറ്റി. മദ്യപനും നടുക്കടലിൽ അകപ്പെട്ടിരിക്കുന്നവനെ പോലെയും പായ്മരത്തിൽ തൂങ്ങിക്കിടക്കുന്നവരെ പോലെയുമാണ് എന്ന വചനം ശരിയാണ്. പക്ഷേ ഇനി ഞാൻ പാവത്തിന്റെയും ശാപത്തിന്റെയും നടുക്കടലിലല്ല, ദൈവത്തിന്റെ സ്നേഹത്തോടെയാണ്, ദൈവപരിപാലനയുടെ ശാന്തമായ സാഗരത്തിലാണ്.
മെസ്സിയുടെ പ്രാർത്ഥന മൂലമാണ്. അയ്യോ ആ പ്രാർത്ഥന എന്റെ വീട്ടിലുള്ള പഠിപ്പിക്കില്ല. നീയും മദ്യം ഉപേക്ഷിക്കണം. നീ മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും. നീ വാ. നടക്കൂല. എനിക്ക് കഴിയുമെങ്കിൽ നിനക്ക് കഴിയും. പറ്റുമോ? പറ്റും. നിന്നെ ഞാൻ നടപ്പിലാക്കി തോട്ടം സൂക്ഷിപ്പാനും ഇന്നൊരു ദിവസം കൂടെ ഉള്ളൂ. നിന്നെ ഞാൻ നടപ്പിലാക്കി തോട്ടം സൂക്ഷിപ്പാനും. ജോണി, നീ എന്ത് അന്തസ്സില്ലാത്ത പണിയായി കാണിക്കുന്നത്? കണ്ണിക്കണ്ട കണ്ണുപണിയുള്ളതായിട്ട് വീട്ടുവാസം വന്ന് അലമുണ്ടാക്കണം. ഞാൻ വികാരിച്ചിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ നീ മിണ്ടണ്ട. ആ, അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ജോണി, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി ഇങ്ങനെ ആയാൽ നിങ്ങൾക്ക് മഹോദയം ലഭിക്കും. അയ്യോ അച്ഛനോ? അച്ഛോ, ഈശ്വരശികാരി സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ ഇവിടെ ഒരു ഒന്നുമില്ല. ആരോ മഹോദയം ചൊല്ലിക്കുന്ന കാര്യം പറയുന്നത് കേട്ടു. അത് ഇവരാലപ്പുണ്ടാക്കിയപ്പോ ചുമ്മാ ഒന്ന് പേടിപ്പിക്കാൻ. തിരുസഭയുടെ അപ്രമാദിത്വമുള്ള കൂതാശകൾ വിശ്വാസികൾക്ക് തട്ടിക്കളിക്കാനുള്ള കളിപ്പാട്ടമല്ല. പിന്നെ കണ്ണു പിടിച്ചൊരു വീട്ടുവാസം വന്നെന്ന് തെറി ചെന്തനോ മണി ആരാ അടിയുണ്ടാക്കിയത്? ചോദിക്കേ, നാളെ വെക്കട്ടെ. അടിച്ചത് ഞാൻ ഇവനെല്ലാവരും പുള്ളെടുത്ത് പൊട്ടിച്ച് കളഞ്ഞു. അത് പോലെ എന്തിനാ ജോലി അത് പൊട്ടിച്ചു വന്നത്? ഇനി മദ്യപിക്കുന്നതെന്ന് കരുതിയ കയ്യിലിരുന്ന ഇവൻ ഇനിയും കുടിക്കും. മാത്രമല്ല, ആ കുപ്പി എനിക്കൊരാൾ സമ്മാനം തന്നതാ. ഓ, അതാരാണ്? അതാരായാലും സ്നേഹമല്ലാതെ നിങ്ങൾ വീണ്ടും നശിച്ചു കാണാനും അപഹാസ്യനാവാനുമുള്ള ആഗ്രഹം. എനിക്കറിയാൻ പറ്റും. ഞാനിപ്പോ വരാം. ഇപ്പോഴും എപ്പോഴും സ്തുതിക്കട്ടെ. സന്തോഷമാണോ? അതെ അച്ഛൻ, ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ദിവസം. അതെന്താ? എന്നെ ചോദിച്ചിട്ട് കൊടി നിർത്തി. ദൈവമായി ഗ്രഹിക്കട്ടെ. ഇവിടെ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? എന്റെ കൊച്ചു ഫുൾ എ പ്ലസ്. വീട്ടിലേക്ക് എന്നാ നിങ്ങൾ ചെല്ലും. അലക്സിന്റെ വീട്ടിലേക്കല്ലേ? അതെ. ചെല്ലും. ഞാൻ ഇക്കാച്ചിനൊന്ന് കണ്ടിട്ട് വരാം. ഈശ്വരി, ഈ കുടുംബത്തിൽ കൂടുതലായി അനുഗ്രഹിക്കണേ. സകല രാജമാരുടെ ദൗത്യം നിർവഹിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന. ആ, എനിക്ക് ഇക്കരാച്ചേട്ടനെ ഒന്ന് കാണാം. സുഖമില്ലാത്ത ആളല്ലേ? പറയുന്നതുകൊണ്ട് അച്ഛനൊന്നും തോന്നരുത്. ഇപ്പൊ നമ്മൾ പോകാതിരിക്കുന്നതാ നല്ലത്. അതെന്താ? മൂക്കത്തെ വെള്ളമാണ്. ധ്യാനം കൂടി കുടിവെക്കുകയാണ്. ഓടിക്കൊടുക്കാൻ കണ്ടില്ലേ? ഇവന്റെ മൂക്ക് പിടിക്കാൻ മുക്കാലിട്ടത്. അച്ഛൻ പോയാലും ഒത്തിരി താമസിക്കും. അവരൊക്കെ നോക്കിയിരിക്കണം. അവര് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നു. അച്ഛനല്ലേ അവരുടെ കല്യാണം നടത്തിയത്? ഏതാണ്ടൊക്കെ സ്പെഷ്യൽ ആയിട്ട് അച്ഛനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്നോട് പറഞ്ഞില്ലല്ലോ. 2 ലക്ഷം രൂപ പള്ളിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അല്ലാതെ ഓ, അതൊക്കെ എന്നാ പറയാനാ. ഇക്കൊല്ലത്തെ തിരുനാളും ഇടവക ദിനാഘോഷവും നമ്മളാ നടത്തുന്നത്. അവര് ഇങ്ങോട്ട് മുഴുവൻ പ്രചരിപ്പിച്ചിരിക്കാം. ഫേസ്ബുക്കിലും വാട്സാപ്പിലും ലൈക്കിന്റെ നമ്മുടെ പള്ളി ഇപ്പൊ ഇംഗ്ലണ്ടിൽ ഫേമസ് അല്ലേ? സന്തോഷം. അച്ഛാ, നമ്മുടെ വീടായിരിക്കുമല്ലോ അല്ലേ തെരഞ്ഞെടുത്തിരിക്കുന്നത്? ഒരു ചെറിയ ടെൻഷൻ. എന്തിനാണ്? പെണ്ണുങ്ങൾ പൊതുവെ സംശയരോഗികളാണല്ലോ. നമ്മൾ ഇത്രയൊക്കെ കർത്താവിന് ഇടവയ്ക്ക് പിടിച്ചിട്ടുണ്ട്. ഇനിയും ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. എന്റെ സംശയമില്ല. അച്ഛന്റെ ആശീർവാദം മാത്രമേ ഞങ്ങൾക്ക് വേണം. ആ കോഴിപ്പള്ളിക്കാരുടെ വീട്ടിലെങ്ങാനും പോയാൽ പിന്നെ ഞങ്ങൾ ചെയ്തതെല്ലാം വെള്ളത്തിലാണ്. പിന്നെ തലേ കൊണ്ടിട്ട് നടന്നാ മതി. അതെന്താ? ആളത്തെ കൈ ഉപ്പിലെത്താത്ത ആൾക്കാരല്ല. അത് പോട്ടെ, അവിടുത്തെ ഒരു പെണ്ണ് കഴിഞ്ഞ മാസം ആരുടെ കൂടെ ഒളിച്ചോടിയോ ഒക്കെ പറയുന്ന കേട്ടു. നിങ്ങളുടെ രണ്ടാമത്തെ മകൻ പ്രിൻസാമതിന്റെ പിന്നിലെന്ന് ഇന്നലെ ഒരു വിവരം കിട്ടി. അത് അസൂയക്കാർ ഉണ്ടാക്കി പറയുന്നതാണോ? അല്ല, അത് സത്യമാണ്. നിങ്ങളുടെ മകനാണ് ഇത് ചെയ്തത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ നിങ്ങളുടെ മകൻ. വേണ്ടാതെ പറയുന്നത് അച്ഛനായാലും കപ്പിയായാലും വേറെ ആരും കണ്ടില്ല. അയ്യോടാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ കാലമായി നമ്മളോട് ഇതൊക്കെ ചോദിച്ചിട്ട് തുടങ്ങിയിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നവരെ എഴുതി കണ്ടുകൂടാ. കുറെ ദരിദ്രവാസികളുടെ വിശുദ്ധയാണല്ലോ ഇപ്പൊ ഓട്ടത്തെ തുറവിടാതെ നോക്കിക്കും. നമ്മുടെ ദൈവം ദരിദ്രരോട് കരുണയുള്ളവനാണ്. ആ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. അവന്റെ സുവിശേഷമാണ് ഞാൻ പ്രഘോഷിക്കുന്നത്. ഓ, മിശിഹായുടെ ഒരു പുതിയ അവതാരം. അവസാനം ഇങ്ങനത്തെ എന്തെങ്കിലും കുരിശ് പറഞ്ഞ് കോഴിപ്പള്ളിക്കാരുടെ വീട്ടിലോട്ട് വിശിഷ്ട
സഭയുടെ ആയാലും പള്ളിയുടെ ആയാലും അതിനെ ഒരു വക വരട്ടുവാദം കൊണ്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നവരെ അപമാനിക്കാൻ ഒരു ലോഹയുടെ പിന്തുണ മതി എന്ന് തോന്നിയാൽ തെറ്റി. സഭയെ പള്ളികളിൽ അങ്ങനെയല്ല. നിങ്ങളെപ്പോലുള്ളവരെ വെറും കാവൽക്കാര, 2 3 4 കൊല്ലത്തെ കാവൽ പണിക്കാൻ എവിടെയൊക്കെ പോയി ചുരുക്ക് കൂടി കിടന്നോണ്ടാ മതി. ഇല്ലെങ്കിലേ എന്താ വേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. ചുണമുടക്കുന്നോ ഇത്രയും പ്രകോപനപരമായി സംസാരിക്കാൻ മാത്രം ഞാൻ പറഞ്ഞില്ലല്ലോ മനസ്സ്. എന്റെ കൊച്ചിനെ കുറിച്ച് പറഞ്ഞത് നിന്റെ വിശുദ്ധ ലൂക്കായുടെ വിശേഷമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം പറയാനും പ്രവർത്തിക്കാനും സഭയെയും ദേവാലയത്തെയും വൈദികരെയും വിശ്വാസികളെയും വിലക്കി വാങ്ങാം എന്നുള്ള ചില സമ്പന്നരുടെ ചിന്തയാണ് ഇപ്പോൾ നിങ്ങളുടെ നാവിലൂടെ പുറത്തു വന്നത്. സഭയും വിശ്വാസികളും ആരുടെയും അടിമകളല്ല. അങ്ങനെ ചിന്തിക്കുന്നവർ ആരായാലും അല്പന്മാരും വിശ്വാസ പ്രകടനക്കാരുമാണ്. അവരുടെ ചിന്തയിലും പ്രവൃത്തിയിലും വിശ്വാസത്തിന്റെ കണിക പോലുമില്ല. അവരെയാണ് വെള്ളയടിച്ച് കുഴിമാടങ്ങളെന്ന് ദൈവം വിളിച്ചത്. അവർക്ക് ദൈവത്തിന് മുൻപിൽ കോലാടുകളുടെ സ്ഥാനമായി. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. വിശ്വസിച്ചു നമുക്ക് ഇത് കഴിഞ്ഞ് വിശദമായിട്ടൊന്ന് കാണേണ്ട വരും. അത് നമുക്ക് കാണാം അച്ഛായ. പടക്കുതിര കണ്ടിരിക്കുന്നു, പിന്നെയും ഒന്നിക്കുതിര. വാ നമുക്ക് പോവാം. ഇങ്ങനെ ഇട്ടില്ലാതെ അടുക്കളയിലൊക്കെ നടക്കട്ടെ. അച്ഛനെ അപമാനിച്ചുവല്ലേ? സാരമില്ല, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നവനും അവന്റെ ആശ്രിതനുമാണ്. എന്നാലും അതെ ഇട്ടരാച്ചേട്ടൻ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷം അച്ഛൻ അറിഞ്ഞില്ലേ? എന്റെ മകൻ കുടി നിർത്തി. അവൻ മാത്രമല്ല, അവന്റെ കൂട്ടുകാരനും നിർത്തി. ഇപ്പോഴാണ് ഈ കുടുംബത്തിന്റെ ഇടയ ദൗത്യം പൂർത്തിയായി. ഓരോ കുടുംബനാഥിയും ഇടവക വൈദികനോടൊപ്പം സഹയിടയന്മാരാണ്. അവർക്കും ദൗത്യങ്ങളുണ്ട്. വിശുദ്ധീകരിക്കുവാനും നയിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള ദൗത്യങ്ങൾ. അത് യഥാവിധി നിർവഹിക്കുന്ന ജോണിയും കുടുംബവും മാതൃകയാണ്. അച്ഛോ, അവരെത്തി. നമുക്ക് പോകാം. അച്ഛൻ്റെ കൂടെ ഞങ്ങളുണ്ട്. ഈ കുടുംബം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. പ്രതികളെ ചെയ്താൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവനാണ് ദൈവത്തിന് മുന്നിൽ ശ്രേഷ്ഠൻ. അവൻ കുറവന്മാരോടും സത്യന്മാരോടുമൊപ്പം സ്വർഗത്തിൽ വസിക്കും. ഇവർക്ക് വീടുമാറില്ലല്ലേ? അച്ഛനെ കണ്ടിട്ട് വന്നതായി. എന്നാ നമുക്ക് അങ്ങോട്ട്. കപടനാട്യക്കാരനായ മനുഷ്യ, നീ ദുർമാർഗിയും അഹങ്കാരിയും പാപപ്രേരിതനുമാകുന്നു. പാപിയെ വെറുക്കുന്നവനും പാപത്തെ സ്നേഹിക്കുന്നവനുമാണ്. നിന്റെ ഭവനം അശാന്തിയുടെയും പാപചിന്തകളുടെയും വിളനിലമാണ്. അവിടെ ദുഷ്ടചിന്തകൾ ഊടും പാപം നെയ്ത അലങ്കാരങ്ങൾ ചാർത്തിയിരിക്കുന്നു. അനീതിയുടെ അടയാളങ്ങൾ നിന്റെ ഭവനത്തിന് മേൽ ആഭരണമായി നിൽക്കുന്നു. എനിക്കിതൊന്നും നന്ദിപ്പിക്കുന്നൊന്നും വേണ്ട. കുറയ്ക്കാൻ നിൽക്കേണ്ട സ്ഥലങ്ങളെ നോക്ക്. ഞാനേ അലക്സാണ്ടർ, പള്ളിപ്പറമ്പിൽ അലക്സാണ്ടർ. ഇനിയും ഈ ജനം നന്മതിന്മകൾ തിരിച്ചറിയുന്നില്ലെന്നോ? ഐഹികങ്ങളായ നിക്ഷേപങ്ങളല്ല, മറിച്ച് സ്വർഗത്തിലെ നിക്ഷേപങ്ങളാണ് നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത്. ഈ രാത്രിയിൽ ദൈവം നിന്റെ ജീവൻ തിരികെ എടുത്താൽ ഈ ഭൗതിക നേട്ടങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? ഒന്നാമനാവാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ദാസനുമായിരിക്കണം. അല്ല രാജപ്രസാര, ഇവർ തന്നതിൽ 1,00,000 രൂപ കൂടുതൽ ഞങ്ങൾ തരാം. ഇതിന് കടുപ്പത്തിൽ ഒരു 4 എണ്ണം ഈ ദരിദ്രവാസികളോടൊന്ന് പറയാമോ? ദരിദ്രനെ അപമാനിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ അപമാനിക്കുന്നു. അവന്റെ മേൽ ദൈവകോപത്തിന്റെ അഗ്നിനാഥകൾ തീർന്നു. നിന്റെ ഗിരിപ്രഭാഷണം നീ ശിക്ഷാവിധി ഇരന്നു കാണുന്നവനും നാശത്തിലേക്കുള്ള പാതായങ്ങൾ താനെ തുറക്കുന്നവനുമാണ്. നികൃഷ്ട മനസ്കൻ സാത്താന്റെ സന്തതിയെ നീ ദൂരെ പോവുക.
പ്രായശ്ചിത്തം ചെയ്യുക. ഇല്ലെങ്കിൽ നിനക്കും നിന്റെ സന്തതി നിലനിൽക്കും. അയ്യോ ശപിക്കരുതേ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ദേ ഹർഷ, മാപ്പ് പറയൂ. കണ്ണു പിടിച്ച് കുന്നം വേണ്ടി നിൽക്കാൻ പറയേ. ഞാൻ ജീവിച്ചിരുന്നതോ ഞാൻ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് നരക കവാടത്തിലെത്തി. എന്നെ അഗ്നിനാമങ്ങൾ വലയം ചെയ്യും. ഞാൻ അച്ഛനെ മാപ്പ് പറയേ. നമ്മൾ തെറ്റ് ചെയ്യും. അതുകൊണ്ട് ശിക്ഷയായിരുന്നത് മടിക്കില്ല. മാപ്പ് പറയേ. എല്ലാത്തിനും മാപ്പ്. എന്റെ അവിവേകത്തിനും അഹങ്കാരത്തിനും സ്വാർത്ഥ ചിന്തകൾക്കും എല്ലാത്തിനും എനിക്ക് മാപ്പ് തരണം. പണവും സ്വാധീനവും അധികാരങ്ങളും എന്നെ അഹങ്കാരം സ്വാർത്ഥമാക്കി. എല്ലാം ഞാൻ തിരിച്ചറിയുന്നു. ഈ നിമിഷം ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? പറയൂ, ഗുരു ആശീർവദിച്ചാൽ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ജോണി, നിനക്കെന്താണ് പറയാനുള്ളത്? ഞാൻ പറയൂ. മറ്റുള്ളവർ നിനക്ക് ചെയ്തു തരണം. ഒരുവന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ദൈവവചനം സ്വർഗത്തിലെ നമ്മുടെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നു. ആ നിക്ഷേപത്തിനായി നമ്മളും നമ്മുടെ കുടുംബവും ദൈവത്തിൽ ആശ്രയിച്ച് പ്രവർത്തിക്കണം. കുടുംബത്തിന്റെ കടമകളും അജപാലന ദൗത്യവും നിർവഹിക്കുവാൻ ഇടവക വൈദികനോടൊപ്പം സഹ അജപാലകനാക്കുവാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. കൊടുക്കുമ്പോൾ ഉയരുന്നതാണ് സ്നേഹവും കാരുണ്യവും. നന്മയുള്ള മനസ്സിൽ നിന്നും ഉറവയായിരിക്കും ഈ നവപതികൾ. തിരുവചനങ്ങൾ പറ്റാത്ത കിണർ പോലെ കോഴും പൂവും ഊണും. ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്കും ഈ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ. ഇവിടെയാണ് നിങ്ങളുടെ അജപാലന ദൗത്യം പൂർത്തിയാകുന്നത്. ഇനി നമുക്ക് കിട്ടിയവരുടെ ഭവനത്തിലേക്ക് പോകാം. കർത്താവേ, എന്നെ എന്റെ കുടുംബത്തെ നീ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ കാത്തിരിക്കും നിന്റെ വരവിനായി. നിനക്ക് നന്മ ഭവിപ്പാൻ എന്റെ പിന്നാലെ വരിക.